Hello all, good evening. So today we will be looking at the writing formats of class 12 English CBSE. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൈറ്റിംഗ് ഫോമാറ്റ്സ് ആണ് ക്ലാസ് 12 ഇംഗ്ലീഷിൻ്റെ CBSE. ഓക്കെ, CBSE ഫോമാറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് ടോട്ടലായിട്ട് 7 എണ്ണമാണ് ഉള്ളത് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിൽ. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ ആണ്, സെക്കൻഡ് വൺ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്, തേർഡ് വൺ നോട്ടീസ്, ഫോർത്ത് വൺ ഇൻവിറ്റേഷൻ റിപ്ലൈ, പിന്നെ ലെറ്റർ ടു ദ എഡിറ്റർ ഉണ്ട്, പിന്നെ ലെറ്റർ പ്ലസ് CV എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റർ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഓക്കെ, സോ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മളുടെ നോട്ടീസ് ആണ്. നോട്ടീസിൽ നമ്മൾ പറയുവാണെങ്കിൽ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ആർമി ഒരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമല്ലോ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഒരു നോട്ടീസ് നോട്ടീസ് ബോർഡ്, നമ്മുടെ സ്കൂളിൽ ഒരു നോട്ടീസ് ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത്, നോട്ടീസ് ബോർഡിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുമ്പം അതാരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്? ചിലപ്പോൾ ക്ലബ് ആയിരിക്കാം, ചിലപ്പോൾ പ്രിൻസിപ്പൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്കൂളിൻ്റെ പേരാണ് അവിടെ എഴുതുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് ഏറ്റവും ടോപ്പായിട്ട് വരും, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരാണ് അവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യം. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ആണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ആ വേർഡ് എഴുതുക, NOTICE, ആ ഒരു വേർഡ് എഴുതി വയ്ക്കുക. പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ പർപ്പസ് എഴുതാം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എഴുതാം, ഇല്ലാന്നാണെങ്കിൽ ആ പർപ്പസിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡേറ്റ് എഴുതാം. അതിങ്ങനെ 1st January 2006 ഇങ്ങനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ബോഡി ഓഫ് ദ നോട്ടീസിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നോട്ടീസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത്, എവിടെ വെച്ച് എന്ത് നടക്കുന്നു, ടൈം, ഇവന്റ്, വെന്യൂ, അതുപോലെ ഏതെങ്കിലും ഒരു ഡേറ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? ഇപ്പം നിങ്ങൾ ടൂറിന് പോവുകയാണെങ്കിൽ ഇന്നൊരു ഡേറ്റിന് മുന്നേ ആയിട്ട് ഫീസും പേരും നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്യുക. ബോഡി ഓഫ് ദ നോട്ടീസിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ടുവേർഡ്സ് ദ എൻഡ് അവിടെ ഒരു സൈനും കാര്യങ്ങളും നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഒക്കെ ഇട്ടിട്ട്, ഡെസിഗ്നേഷൻ അറിയാലോ, ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ഇപ്പോൾ അനുശ്രീ ടീച്ചർ, എൻ്റെ സൈൻ, അങ്ങനെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, നൗ എന്തൊക്കെയാണ് ഒരു നോട്ടീസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരു എററാണ്. ഐ ഹോപ്പ് യു വോണ്ട് മൈൻഡ്. ഓക്കെ, തിങ്സ് ടു റിമെമ്പർ ഇൻ എ നോട്ടീസ്. ഒരു നോട്ടീസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബോക്സ് ആണ്. ഒരു ബോക്സ് എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. ആ ബോക്സ് വരയ്ക്കുന്ന സമയത്ത് പെന്ന് കൊണ്ട് വരയ്ക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആ ഒരു സ്കെയിലും പെൻസിലും വെച്ച് നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം. അത് ഇവാലുവേറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാകും. പിന്നെ ഫോർമൽ ടോൺ യൂസ് ചെയ്യുക. പിന്നെ ഡേറ്റ്, വെന്യൂ, ടൈം ഇതെല്ലാം മെൻഷൻ ചെയ്യാം. പിന്നെ കുറച്ച് ഇനീഷ്യൽ സെൻറ്റൻസസ് ആണ് ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടുവാണെങ്കിൽ യു ക്യാൻ വെരി വെൽ യൂസ് ഇറ്റ്. ബട്ട് ഡു കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഹാസ് ടു ബി ഇൻ ഫോർമൽ ടോൺ. നല്ല ഫോർമൽ ആയിട്ട് വേണം എഴുതാനായിട്ട്, ഇൻഫോർമൽ സ്റ്റൈലിലേക്ക് മൂവ് ചെയ്യരുത്. ഓക്കെ, സോ കുറച്ച് സ്റ്റാർട്ടിങ് ലൈൻസ് ആണ് ഇത് പറയുന്നത്. This is to inform you all, അല്ലെങ്കിൽ this is to inform all the students and staff of so and so institution എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റാർട്ടിങ്, all the students are hereby notified that. Third one, this is to bring to your attention that the following information is for all who is concerned about it. It is hereby informed that. ഈ സ്റ്റാർട്ടിങ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഓക്കെ, ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല സ്റ്റാർട്ടിങ് കിട്ടുവാണെങ്കിൽ യു ക്യാൻ വെരി വെൽ യൂസ് ഇറ്റ്, നോ ഇഷ്യൂസ്. ബട്ട് ദ ഓൺലി തിങ് ഇസ് ഇറ്റ് ഹാസ് ടു ബി ഇൻ എ ഫോർമൽ ടോൺ. ഓക്കെ, so this is all about notice. So I will see you in with the next writing format soon. Okay, thank you. ഹലോ, ഐ എം ബാക്ക് അഗെയിൻ. സോ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഓക്കെ, ആർട്ടിക്കിളിൽ യൂഷ്വലായിട്ട് ആർട്ടിക്കിളും എന്താ നെക്സ്റ്റ് റിപ്പോർട്ടും എന്താണ് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. നോട്ടീസ് 2 ക്വസ്റ്റ്യൻ വരും, അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും സാമ്പിൾ പേപ്പേഴ്സിലും കണ്ടുവന്നിട്ടുള്ളത്.
ആർട്ടിക്കിളും റിപ്പോർട്ടും നിങ്ങൾക്ക് ഓപ്ഷനാണ്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇങ്ങനെയാണ് എല്ലാ സാമ്പിൾ പേപ്പേഴ്സിലും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ CBSEക്ക് ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു ലേൺ ഓൾ ദി 7 ഫോർമാറ്റ്സ്. ബട്ട് മെജോറിറ്റി ഓഫ് ദ കേസസിലും നിങ്ങൾക്ക് ആർട്ടിക്കിളും റിപ്പോർട്ടും ഓർ ക്വസ്റ്റൻ ആയിട്ടാണ് വരാറ്. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ ആർട്ടിക്കിൾ എടുക്കുവാണെങ്കിൽ നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു, എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തു. അത് ആരാണ് ആ ആർട്ടിക്കിൾ എഴുതുന്നത്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ കാണും, ആ ആർട്ടിക്കിൾ ആരാണ് എഴുതിയത് എന്നുള്ളതും അതിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലുമുള്ളത്. ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് ഒരു ഹെഡിങ് കൊടുക്കുക, ഒരു ബൈലൈൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതുപോലെ ആ ഇൻട്രൊഡക്ഷൻ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് അതിനെ സപ്പോർട്ട് കുറച്ച് ഫാക്ട്സിനെ മെൻഷൻ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് എഴുതി പിന്നെ അതിനൊന്ന് സമ്മപ്പ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയാണ് ആർട്ടിക്കിളിൻ്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ, ആർട്ടിക്കിളിലെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറ്റിലും ഒരു ബൈലൈനും എന്തായാലും നിങ്ങൾ എഴുതിയേ പറ്റൂ. ആ ആർട്ടിക്കിളിൽ ടൈറ്റിലും ബൈലൈനും. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ അതിനെ കുറച്ച്, അതായത് ഇപ്പം നിങ്ങൾ ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ നമുക്ക് എടുക്കാം മൊബൈൽ അഡിക്ഷൻ എടുക്കാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എടുക്കാം, സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻസ് എടുക്കാം, എഡ്യൂക്കേഷനിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് എടുക്കാം, പിന്നെ മെൻ്റൽ ഹെൽത്ത്, അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ധാരണ യു ഷുഡ് ഹാവ് ഇറ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പിന്നെ അതിനെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ടൊന്ന് എഴുതി വരിക. ആ ഇൻഡെപ്ത് ആയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് എക്സ്പ്ലനേഷൻ അതിന് ഫർദർ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു കൺക്ലൂഷനും കൊടുക്കാം. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ആർട്ടിക്കിളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് റിപ്പോർട്ട്. റിപ്പോർട്ടും ആർട്ടിക്കിളും തമ്മിൽ അധികം വ്യത്യാസമില്ല. പക്ഷെ റിപ്പോർട്ട് എഴുതി വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഒരു ഡേറ്റ് എഴുതണം. ഓക്കെ, അതായത് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തു, ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ബൈലൈനിൽ ആരാണ് എഴുതുന്നത്. ഈ ബൈലൈനിൽ എഴുതേണ്ട നെയിം മെജോറിറ്റി ഓഫ് ദ കേസസ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ആർട്ടിക്കിളിലായാലും റിപ്പോർട്ടിലായാലും ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ് ദ നെയിം വിൽ ബി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്യുക. ഡേറ്റ് മെൻഷൻ ചെയ്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ആ റിപ്പോർട്ട് നിങ്ങൾ എഴുതി സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഇത് തേർഡ് പേഴ്സണിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾ എവിടേക്കെങ്കിലും പോയി, ഇപ്പം നമ്മൾ കോർട്ട് വിസിറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്തു, അങ്ങനെയെല്ലാം ഒരു ടോപ്പിക്കാണ് നിങ്ങളെക്കുറിച്ച് റിപ്പോർട്ട്, അതിൻ്റെ റിപ്പോർട്ടാണ് നിങ്ങളെക്കുറിച്ച് എഴുതാൻ പറയുന്നതെങ്കിൽ ഞാൻ പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി എന്ന് ഒരിക്കലും എഴുതരുത്. മറിച്ച് വി ദ സ്റ്റുഡൻസ് ഓഫ് സോ ആൻഡ് സോ സ്കൂൾ ഹാവ് വിസിറ്റഡ്, ദ സ്റ്റുഡൻസ് ഓഫ് സോ ആൻഡ് സോ, വി എന്ന് പറയരുത്. ദ സ്റ്റുഡൻസ് ഓഫ് സോ ആൻഡ് സോ സ്കൂൾ ഹാവ് വിസിറ്റഡ്, ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തു. അവർക്ക് അവിടെ നിന്ന് എന്തായിരുന്നു ടേക്ക് അവേ, എപ്പോഴാണ് പോയത്, എവിടേക്കാണ് പോയത്, എന്തുകൊണ്ടാണ് പോയത്, എങ്ങനെയാണ് പോയത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എവിടെ വേണം, നിങ്ങളുടെ ആ ബോഡി പാർട്ടിൽ എന്തായാലും വേണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡീറ്റെയിൽസ് വാട്ട്, വെയർ, വെൻ, ബൈ, ഹൗ. ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഇവാലുവേറ്റർക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും ആൾക്കാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാം, അവിടെ മെൻഷൻ ചെയ്യാം. ഇതാണ് റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടും ആർട്ടിക്കിളും ഓപ്ഷൻ ആയിട്ട് വരാനാണ് മേജർ ലൈക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദാറ്റ് വിൽ ഒക്കർ. ആൻഡ് 5 മാർക്സിനായിരിക്കും ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. തിങ്സ് ടു റിമെമ്പർ ഇൻ എ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ്. പറഞ്ഞ പോലെ തേർഡ് പേഴ്സൺ ആയിരിക്കണം, ഒരിക്കലും ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും എഴുതരുത്. വേറൊരാൾ കണ്ടു എന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ. ഈവൻ ദോ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് പേഴ്സണിലോ സെക്കൻഡ് പേഴ്സണിലോ കാര്യം എഴുതരുത്, തേർഡ് പേഴ്സണിൽ വേണം എഴുതാനായിട്ട്. പിന്നെ വാട്ട്, വെൻ, വെയർ, വൈ, ഹു, ഹൗ, ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എന്ത് വേണം അവിടെ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഇവാലുവേറ്റർക്ക് കിട്ടണം. പിന്നെ ഒരു പാര വൈസ് ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓരോ പാരയിലും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ പാസീവ് വോയിസ് ആയിരിക്കണം, ഫോർമൽ ടോൺ ആയിരിക്കണം, ഒരിക്കലും ഇൻഫോർമൽ എഴുതരുത്. പിന്നെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമ്മളുടെ അടുത്ത
ഫോർമാറ്റ് റൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ആണ്. ഇൻവിറ്റേഷനിൽ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ഫോർമലും പിന്നൊന്ന് ഇൻഫോർമലും. ഫോർമലിൽ വരുന്നത് ഈ ഗ്രാജുവേഷൻ സെറിമണി, ആനുവൽ ഡേ, ഇല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷൻസ്, വല്ല സെമിനാർ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളൊരു ഫോർമൽ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണം. അതല്ല ബർത്ത്ഡേ, ഗെറ്റ് ടുഗെദർ, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മിങ്കിളാവുന്ന ഏതെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ളത് ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു ഫോർമൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ പേര് ഏറ്റവും ടോപ്പിൽ എഴുതുക, അവരുടെ അഡ്രസ്സും കൂടെ മെൻഷൻ ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുവാണ്, ലൈക്ക് 30th ഫൗണ്ടേഷൻ ഡേ അല്ലെങ്കിൽ ആനുവൽ ഡേ ഓഫ് അവർ സ്കൂൾ, എവിടെ വെച്ച്, എന്ത്, എപ്പോൾ എല്ലാം ഈ ഒരു ഇവിടെ മെൻഷൻ ചെയ്യുക. ആൻഡ് യു വിൽ ബി ഓണേർഡ് വിത്ത് ദ പ്രസൻസ് ഓഫ്, ആരെങ്കിലും ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ RSVP എന്നുള്ളത് ജസ്റ്റ് ഒന്നിവിടെ മെൻഷൻ ചെയ്തിട്ട് റൈറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ ഇസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഇവന്റ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ യുവർ പ്രസൻസ് വിൽ മേക്ക് ദ ഇവന്റ് മോർ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഇറ്റ് വിൽ മേക്ക് അസ് ഗെറ്റ് മോർ പ്ലഷർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ച് എൻഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ആണ്. ഇൻഫോർമൽ ഇൻവിറ്റേഷൻ നമ്മൾ ഈ ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന പോലെ തന്നെയാണ്. ലൈക്ക് ആർക്കാണോ എഴുതുന്നത് അവരുടെ ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കുക, എന്നിട്ട് അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക, ഡിയർ വിനി, ആൻഡ് കണ്ടന്റ് എഴുതുക, പിന്നെ യുവർ സിൻസിയർലി, ആരാണോ എഴുതുന്നത് അവരുടെ പേര് എഴുതുക, ഇവിടെ ഡേറ്റ് എഴുതാൻ മറക്കല്ലേ. ഇത് കുറച്ച് ഇൻഫോർമൽ ആവാം ബോഡി, പക്ഷെ ഒരുപാട് ഇൻഫോർമൽ ആവരുത്. യു ആർ ഇൻ 12, സോ യു ഹാവ് ടു കീപ്പ് അപ്പ് ദ സ്റ്റാൻഡേർഡ്. ഓക്കെ, യു വിൽ ബി പ്ലീസ്ഡ് ടു നോ ദാറ്റ് ദ വെഡിങ് ഓഫ് മൈ എൽഡർ സിസ്റ്റർ, ഇങ്ങനെയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. ഓക്കെ, ഇനി തിങ്സ് ടു റിമെമ്പർ ഇൻ എ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻവിറ്റേഷൻസ്. ഇത് ബോക്സ് എന്തായാലും വരയ്ക്കുക, ബോക്സ് മസ്റ്റ് ആയിട്ട് വരയ്ക്കുക, ബോക്സ് വരയ്ക്കാൻ വിട്ടുപോകരുത്. സോ നോട്ടീസിൽ അതുപോലെ തന്നെ ഈ ഇൻവിറ്റേഷൻസിലൊക്കെ ബോക്സ് വരയ്ക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നെയിം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെയിമും ഡീറ്റെയിൽസും തന്നെയാണോ നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്യാം. പിന്നെ ബിഗിൻ വിത്ത് ദ നെയിം ഓഫ് ദ പേഴ്സൺ. ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ ആണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇസ് ഇൻവൈറ്റിംഗ്, സെൻഡിങ് ഇൻവിറ്റേഷൻ, ഇൻവിറ്റേഷൻ അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ അത് സൈൻ ചെയ്യുക, സിങ് അല്ല, സൈൻ ഇൻ ദ എൻഡ് അലോങ് വിത്ത് ഡെസിഗ്നേഷൻ, അവസാനം സൈൻ ചെയ്യുക. പർപ്പസ്, വെന്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. എൻഡ് വിത്ത് എ റിക്വസ്റ്റ് ഫോർ, അതായത് റിക്വസ്റ്റ് ആണ്, സ്പെല്ലിംഗ് എററാണ്, ഐ ഹോപ്പ് യു വോണ്ട് മൈൻഡ്. എൻഡ് വിത്ത് എ റിക്വസ്റ്റ് ഫോർ RSVP. RSVP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലീസ് റിപ്ലൈ, പ്ലീസ് ഡു റിപ്ലൈ എന്നാണ് RSVP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഫോർമൽ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സണിൽ നിങ്ങൾക്ക് എഴുതാം, ഫ്രണ്ട്ലി ടോൺ യൂസ് ചെയ്യാം, ഡയറക്ട്ലി മെൻഷൻ ദി ഇവന്റ്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവന്റ് മെൻഷൻ ചെയ്യാം, ഡേറ്റ്, ടൈം, വെന്യൂ എല്ലാം കാഷ്വൽ മാനറിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ പേഴ്സണൽ ആൻഡ് കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം. സൈൻ ഓഫ് ടുവേർഡ്സ് ദ എൻഡ് യു ഹാവ് ടു സൈൻ ആസ് എ ഹോസ്റ്റ്. ഓക്കെ, കുറച്ച് സ്റ്റാർട്ടിങ് ലൈൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഫോർമൽ ഇൻവിറ്റേഷനും ഇൻഫോർമൽ ഇൻവിറ്റേഷനും ഉള്ള 2 തരത്തിലുള്ള സ്റ്റാർട്ടിങ്സ് ആണ് തന്നിരിക്കുന്നത്. വി ആർ പ്ലീസ്ഡ് ടു ഇൻവൈറ്റ് യു ടു, യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ്, ഇറ്റ് ഗീവ് us ഗ്രേറ്റ് പ്ലഷർ ടു ഇൻവൈറ്റ് യു, ഇതൊക്കെ ഫോർമലിൽ വരുന്നതാണ്. പിന്നെ ഇൻഫോർമലിൽ വരുവാണെങ്കിൽ യു വിൽ ബി ഡിലൈറ്റഡ് ടു നോ ദാറ്റ് മൈ എൽഡർ ബ്രദർ ഓർ സിസ്റ്റർ ഇസ് ഗെറ്റിംഗ് മാരീഡ്. I am thrilled to share that we have a wedding in the family. My sister Reena is getting married. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഇൻഫോർമൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, ഒരുപാട് ഇൻഫോർമൽ ആയിട്ടില്ല ഇത്. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്തിട്ട്, ഇൻഫോർമൽ ആണെങ്കിൽ പോലും കുറച്ചൊരു സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇൻവിറ്റേഷൻ റിപ്ലൈ ആണ്. ഇൻവിറ്റേഷൻ റിപ്ലൈൻ്റെ ഫോർമലിലും ഇൻഫോർമലിലും തന്നിട്ടുണ്ട്. ഫോർമലിൽ വരുന്ന സമയത്ത് സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക, അതായത് ലെറ്റർ ഫോർമാറ്റ് തന്നെയാണ് ഫോർമലിൽ. ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്റ്റ് എല്ലാം മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കാര്യം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക, അതായത് വരാൻ പറ്റുമോ വരാൻ പറ്റില്ലേ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് പോകാൻ പറ്റും, ചിലപ്പോൾ അവർ പറയുന്നത് ആക്സെപ്റ്റിംഗ്, ഡിനൈ, ഇതിന് രണ്ടിൻ്റെയും ചാൻസസ് ഉണ്ട്. സോ ഡു റീഡ് ദ ക്വസ്റ്റ്യൻ തറലി. ഓക്കെ, അതുപോലെ ഇൻഫോർമലിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഡേറ്റ്, ഡിയർ ഹോസ്റ്റ്, കണ്ടന്റ് എഴുതുക, എന്നിട്ട് വാം റിഗാർഡ്സ് നിങ്ങളുടെ പേരും എഴുതുക. ഓക്കെ, അതോടുകൂടി ഇൻഫോർമൽ റിപ്ലൈയും കഴിഞ്ഞു. ഓക്കെ, യാ,
ഇനി ഇൻഫോർമൽ റിപ്ലൈയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാം. അതായത് അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ഇൻവിറ്റേഷൻ. അതായത് ചിലപ്പോൾ ഫോർമൽ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫോർമൽ ആയിരിക്കാം. അത് നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഫോർമൽ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഡേ അല്ലെങ്കിൽ കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇൻഫോർമൽ ആണെങ്കിൽ ബർത്ത്ഡേ, മാരേജ്, ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ വരുന്നുണ്ടാവാം, ഇൻഫോർമൽ വരുന്നുണ്ടാവാം. പിന്നെ ഈ ഇൻവിറ്റേഷൻ റിപ്ലൈയും ഓപ്ഷണൽ ആയിട്ടാണ് വരിക, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസിലും കണ്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ മെയിൻറ്റെയിൻ ദി ടോൺ. ഫോർമൽ ആണെങ്കിൽ ഫോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഫോർമൽ ആണെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞല്ലോ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വരാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റേത് ഡിക്ലൈൻ ചെയ്യുന്നത്, വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തത്? വരാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. ഡേറ്റും ടൈം ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതുക, സൈൻ ഇടുക. ഓക്കെ. പിന്നെ അടുത്തത് ഫോർമലിൽ ആക്സെപ്റ്റിങ്ങും ഡിക്ലൈനിങ്ങിൻ്റെയും സ്റ്റാർട്ടിംഗ് ലൈൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമലിൽ ആക്സെപ്റ്റിങ്ങും ഡിക്ലൈനിങ്ങും തന്നിട്ടുണ്ട്. ഓക്കെ. ഫോർമലിൽ നോക്കുകയാണെങ്കിൽ താങ്ക് യു ഫോർ ദി കൈൻഡ് ഇൻവിറ്റേഷൻ, ഐ എം ഡിലൈറ്റഡ് ടു ആക്സെപ്റ്റ് ആൻഡ് വിൽ ബി അറ്റൻഡിങ്. അതായത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഐ വിൽ ബി കമ്മിങ്. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ അക്സെപ്റ്റിംഗ് ചെയ്യാനായിട്ട്. പിന്നെ ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ, അൺഫോർച്ചുനേറ്റ്ലി ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ഡ്യൂ ടു. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ റീസൺ മെൻഷൻ ചെയ്യണം, എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം വേണം മെൻഷൻ ചെയ്യാനായിട്ട്, അല്ലാതെ കളി തമാശയ്ക്ക് വേണ്ടി ഒന്നും എഴുതരുത്. ഓക്കെ. പിന്നെ സ്റ്റാർട്ടിങ് ഇൻഫോർമൽ അതിലും പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ ബർത്ത്ഡേ പാർട്ടി. ഐ എം റിയലി എക്സൈറ്റഡ് to celebrate with you on which date that you have to mention. I'll be there on time and ready to have a blast. Like I'm very happy that you invited me. Okay. Decline you ആണെങ്കിൽ thank you so much for the invitation. I really wish I could be there, but unfortunately I have some personal issues. Wishing you a fantastic celebration. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, ഇത് മാത്രം എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യരുത്. ഓക്കെ. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ലൈൻസ് മാത്രമാണ്, ഇനീഷ്യൽ ലൈൻസ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ യു ക്യാൻ വെരി വെൽ യൂസ് ഇറ്റ്. നോ അതർ കൺസേൺസ്. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തത് ലെറ്റർ ടു ദ എഡിറ്ററിലോട്ട് പോവാണ്. ലെറ്റർ ടു ദ എഡിറ്ററിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷനും ലെറ്റർ ടു ദ എഡിറ്ററും ഓപ്ഷൻ ആയിട്ടാണ് വരാറ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെജോറിറ്റി കുട്ടികളും എഴുതുന്നത് ലെറ്റർ ടു ദ എഡിറ്റർ ആയിരിക്കും. കാരണം ജോബ് ആപ്ലിക്കേഷനിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് CV എഴുതണം, പിന്നെ ആ ലെറ്ററും എഴുതണം അല്ലേ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ലെറ്റർ ടു ദ എഡിറ്റർ എഴുതുന്നതാണെന്ന് വിചാരിച്ച് മെജോറിറ്റി സ്റ്റുഡൻസും എന്ത് തന്നെയാണ് എഴുതാറ്? ലെറ്റർ ടു ദ എഡിറ്റർ തന്നെയാണ് എഴുതാറ്. യൂഷ്വൽ ഇത് തന്നെയാണ്. അഡ്രസ് സെൻഡേഴ്സ് അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, അതുപോലെ നമ്മളുടെ അഡ്രസ് എഴുതുക, ആരാണോ ലെറ്റർ എഴുതുന്നത്, സോറി എഡിറ്റർക്കല്ലേ നമ്മൾ ലെറ്റർ എഴുതുന്നത്, അപ്പോൾ എഡിറ്ററുടെ കാര്യങ്ങൾ എഴുതുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്ന സബ്ജക്റ്റ് സർ. പിന്നെ ഈ ലെറ്റർ ടു ദ എഡിറ്ററിൽ മേജറായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷേഴ്സ്. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ കുറിച്ചായിരിക്കുമല്ലോ നിങ്ങൾ ഈ ലെറ്റർ ടു ദ എഡിറ്റർ എഴുതുന്നുണ്ടാവാം. അപ്പോൾ ആ പ്രോബ്ലത്തിന് നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞേ പറ്റും. ഓക്കെ. അതാണ് ലെറ്റർ ടു ദ എഡിറ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എവറിത്തിങ് ഓൺ ദ മാർജിൻ സൈഡ്. ഓക്കെ. പിന്നെ ഫോർമാറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ദ ഇഷ്യൂ, എലോബറേറ്റ് ദ ഇഷ്യൂ ആൻഡ് ഓൾസോ സജസ്റ്റ് സം സൊല്യൂഷൻ ആൻഡ് ദെൻ കൺക്ലൂഡ്. പിന്നെ വേർഡ് ലിമിറ്റ്. ഈ ഇംഗ്ലീഷ് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ് നിങ്ങൾ വേർഡ് ലിമിറ്റ് ഫോളോ ചെയ്യണം, പ്രത്യേകിച്ച് ലെറ്റർ ടു ദ എഡിറ്ററിൽ. പിന്നെ ഫോർമലായിട്ട് എൻഡ് ചെയ്യുക. ഓക്കെ. കുറച്ച് സ്റ്റാർട്ടിംഗ് ലൈൻസ് ആണ്. Through the columns of your esteemed newspaper, I wish to highlight a growing issue that demands urgent attention. ഓക്കെ. അതാണ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു സ്റ്റാർട്ടിംഗ്, മെനി പീപ്പിൾ റിമെയിൻ അൺഅവെയർ ഓഫ് ദ ഗ്രോയിങ് കൺസേൺ റിഗാർഡിംഗ് വാട്ട് that you have to mention. According to the question, you have to change it. ഓക്കെ. കുറച്ച് സ്റ്റാർട്ടിംഗ് ലൈൻസ് ആണത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പോവുക, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, സജസ്റ്റ് ചെയ്യുക, സജസ്റ്റ് എ സൊല്യൂഷൻ, പിന്നെ അത് കഴിഞ്ഞ് അതൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ് അടുത്തതായിട്ട് വരുന്നത്. അത് ഇതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർ ലെറ്റർ ഫോർമാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ഒരു ജോബിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു.
ഞാൻ നിങ്ങളെ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് ടുവേർഡ്സ് ദ എൻഡ് ജസ്റ്റ് സൈൻ ഇറ്റ് ആൻഡ് എവറിത്തിങ് ഓൺ ദ മാസ്റ്റർ സൈഡ് ആസ് യൂഷ്വൽ. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ CV അറ്റാച്ച് ചെയ്യണം. അതിന് 2.5 മാർക്ക്, ഇതിന് 2.5 മാർക്ക്, 2.5 2.5. ഓക്കെ. പിന്നെ ബയോഡാറ്റയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ്റെ ആ ഒരു സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് വെച്ച് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റെഫറൻസ് എല്ലാം ആ ഒരു ബയോഡാറ്റയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതണം, അല്ലാതെ പാരഗ്രാഫായിട്ട് എഴുതി പോകരുത്. ഓക്കെ. സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ലെറ്ററിൽ, അതായത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോർ വാട്ട് XYZ, ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, ചിലപ്പോൾ അക്കൗണ്ടന്റ് ആയിരിക്കാം, ചിലപ്പോൾ ലൈബ്രറിയൻ ആയിരിക്കാം, ഇറ്റ് വേരീസ് അല്ലേ. സോ യു ഹാവ് ടു മെൻഷൻ. ഓക്കെ. പിന്നെ ക്വാളിഫിക്കേഷനും നിങ്ങളെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, CV അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്യുക, ഫോർമൽ ടോൺ, കൺക്ലൂഷൻ. ഓക്കെ. സോ that's all. I hope you understood very well. വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ do comment. Okay. Thank you.